വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അടുത്ത ദിവസങ്ങളിൽ 2 പേർ മരിച്ചു. ദുരന്തം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനിടെയാണ് ഒരു പശുവിനെ പുലി കടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നു വയനാട്ടിൽ. വലിയ പ്രശ്നം തന്നെയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, പ്രതിഷേധിക്കുന്നു. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതിനൊരു വഴി കാണണം, വഴി കണ്ടേ തീരൂ. എങ്ങനെ വഴി കാണും, എന്താണ് വഴി എന്നതൊക്കെ വിദഗ്ധർ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് കാട്ടിൽ നിന്ന് കാട്ടാനകളും പുലികളുമൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? കാട്ടിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ അവിടെ ഇല്ലേ? വേണ്ടത്തിന് വെള്ളമില്ല, വേണ്ടത്തിന് ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടോ? അതല്ല, കാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എളുപ്പം നാട്ടിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പഠിച്ച് അതിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്. പക്ഷേ നടക്കുന്നത് എന്താണ്? ദാരുണമായ സംഭവങ്ങൾ തന്നെയാണ് നടന്നത്. അതിനെതിരെ പ്രതിഷേധം സ്വാഭാവികമാണ്. ആ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ആ പ്രതിഷേധം ആർക്കെതിരെയാണ് തിരിയുന്നത്? അത് സംസ്ഥാന സർക്കാരിനെതിരെ. ആർക്കെതിരെയാണ് തിരിയുന്നത്? വനം വകുപ്പിലെ സാധാരണ ഉദ്യോഗസ്ഥർക്കെതിരെ. ആർക്കെതിരെയാണ് തിരിയുന്നത്? പോലീസിനെതിരെ. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഇതിനൊരു പരിഹാരം കാണുകയും അങ്ങനെ നാട്ടിലിറങ്ങുന്ന പുലിയെയും കടുവയെയും അതേപോലെ തന്നെ കാട്ടാനയെയും ഒക്കെ പിടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അങ്ങോട്ട് പോകുന്നത്. അവരെ തടയുന്നു, അവിടെ വാഹനം അടിച്ചു തകർക്കുന്നു. ഇതൊക്കെ എന്തിനി എന്ന ചോദ്യം ഉയർന്നു വരുന്നതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യവും കൂടി ഉയർന്നു വരുന്നത്. അവിടുത്തെ ജനപ്രതിനിധികൾ, MLA മാർ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അവർ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് അവരോടൊപ്പം നയിക്കുന്നുണ്ട്, അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കലുഷിതമാണ് വയനാട്ടിലെ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നാം കേൾക്കേണ്ട, അവിടെ ഉണ്ടാകേണ്ട ഒരാളുണ്ട്. അത് ആരാണ്? വയനാട് MP ആണ്. വയനാട് MP രാഹുൽ ഗാന്ധി എവിടെ? ഈ ചോദ്യം അവിടെ ഉയർന്നു വരുന്നില്ല. ഉയർന്നു വരേണ്ടതാണ്. ഉയർന്നു വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് വയനാട്ടിൽ നടക്കുന്നത് എന്നത് ആർക്കും കണ്ടാൽ മനസ്സിലാകും. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളുടെ വികാരം തിരിച്ചുവിടണം. അങ്ങനെ ജനങ്ങളുടെ വികാരം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയ നേട്ടമായി ഉപയോഗിക്കണം. ഇതാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും UDF-ഉം ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അങ്ങനെ ബോധപൂർവമായ ശ്രമം അവർ നടത്തുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. വയനാട് MP എവിടെ എന്ന ചോദ്യം ഉയർന്നു വരാതിരിക്കുകയും വേണം. വയനാട് MP ആ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ആ വയനാട്ടിലെ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, കാട്ടാനയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിന് വിധേയരായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഭയന്ന് ജീവിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ഇടപെടേണ്ട, അതിന് മുന്നിൽ നിൽക്കേണ്ട വയനാട് MP രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം അവിടെ ഉയർന്നു വരും. അങ്ങനെ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കോൺഗ്രസ് ബോധപൂർവം പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് വനം വകുപ്പിന് എതിരെ തിരിച്ചുവിടുന്നത്, അത് വനം വകുപ്പ് മന്ത്രിക്കെതിരെ തിരിച്ചുവിടുന്നത്. സത്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നിരുന്നാലും വനത്തിന്റെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ നിയന്ത്രണം സംസ്ഥാനത്തിനില്ല, സംസ്ഥാന വനം വകുപ്പ് മന്ത്രിക്കില്ല. അതിനുള്ള പൂർണ്ണ അധികാരം എന്നത് കേന്ദ്ര സർക്കാരിലാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയാണ് വനം. ആ വനം മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ കഴിയുന്ന കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ പ്രശ്നം ഉന്നയിച്ച് അവരുടെ കൂടി സഹായത്തോടു കൂടി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ആ ശ്രമിക്കേണ്ടതിന് മുന്നിൽ നിൽക്കേണ്ടത് ആരാണ്? വയനാട്ടിലെ MP ആണ്. വയനാട്ടിലെ MP മെമ്പർ ഓഫ് പാർലമെന്റ് അംഗമാണ്. കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തേണ്ടത്, കേന്ദ്രമന്ത്രിമാരെ കാണേണ്ടത്, പ്രധാനമന്ത്രിയെ കാണുമെങ്കിൽ പ്രധാനമന്ത്രിയെ കാണേണ്ടത്. അങ്ങനെ ഈ പ്രശ്നം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേന്ദ്രത്തിന്റെ കൂടി ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇത് പരിപൂർണമായും പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അതേക്കുറിച്ച് ചിന്തിക്കരുത്, അതേക്കുറിച്ച് മിണ്ടരുത്, അതേക്കുറിച്ച് ആരും ഒന്നും പറയരുത്. മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല എവിടെ MP എന്ന്. നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഒരു മാധ്യമ പ്രവർത്തകരും ലൈവ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബൈറ്റ് എടുക്കുമ്പോഴോ ചോദിക്കുന്നില്ല നമ്മുടെ MP എവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ MP എവിടെ, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടേ MP എവിടെ എന്ന ചോദ്യം ചോദിക്കുന്നില്ല. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം ഉയർന്നു വരരുത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മണ്ഡലത്തിൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരരുത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷണത്തിന്
സംരക്ഷണത്തിന് എത്തുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരരുത്. അതിന് പകരം സംസ്ഥാന സർക്കാരിനെതിരെ വികാരം കൊള്ളണം, സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ആഞ്ഞ് കത്തണം, പ്രതിഷേധം ഉയരണം. ഇതാണ് UDF-ഉം കോൺഗ്രസും ഒക്കെ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വനം വകുപ്പ് മന്ത്രിയുടെ വാഹനം തടയാൻ കോൺഗ്രസുകാർ ചാടിയിറങ്ങുന്നത്, വാഹനം തടയുന്നത്, കരിങ്കൊടി കാണിക്കുന്നത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ തടയുന്നത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം തകർക്കുന്നത്, അതേപോലെ തന്നെ പോലീസിനെതിരെ തിരിയുന്നത്, പോലീസിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത്. സ്വാഭാവികമായും പോലീസിനെ ആക്രമിക്കുകയും ആംബുലൻസ് തടയുകയും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയുകയും ഒക്കെ ചെയ്താൽ പോലീസ് ഇടപെടും, ലാത്തി ചാർജ് ഉണ്ടാകും. അങ്ങനെ ലാത്തി ചാർജ് ഉണ്ടാകുകയും ഒരു പ്രശ്നമുണ്ടാകുകയും ചെയ്താൽ പ്രതിഷേധിക്കുന്ന സാധാരണ ജനങ്ങളെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, ലാത്തി ചാർജ് ചെയ്യുകയാണ്, കണ്ണീർ വാതകം ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതും കൂടി ഉപയോഗപ്പെടുത്തി ഒരു സഹതാപ തരംഗം അതല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാം എന്നാണ് ഇവിടെ വയനാട്ടിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം പിറകിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വയനാട്ടിലെ MP രാഹുൽ ഗാന്ധി മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു, മണ്ഡലത്തിൽ എത്ര കാലമുണ്ടായി, മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് എന്തു ചെയ്തു, വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർന്നു വരും. വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവികളുടെ ആക്രമണം. അത് തടയാൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താൻ എന്ത് ചെയ്തു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അത് വരരുത്, അങ്ങനെ ഉയർന്നു വരരുത്. അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള ഇടപെടൽ, ബഹളം, പ്രതിഷേധം അതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു ആകെ തുക. അതല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ അവിടെ എത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എന്തിന് തടയണം, അവരുടെ വാഹനം എന്തിന് തകർക്കണം, പോലീസിനെതിരെ എന്തിന് തിരിയണം, പോലീസിനെ എന്തിന് ആക്രമിക്കണം? ഇത് ഒരു പ്രശ്നമാണ്. അത് പ്രശ്നമല്ല എന്ന് ആരും പറയുന്നില്ല. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് വയനാട്ടിൽ മാത്രം നടക്കുന്ന സംഭവമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, കർണാടകയും തമിഴ്നാടും ഒക്കെ ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ വനാതിർത്തി പങ്കുവെക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും ഈ പ്രശ്നമുണ്ട്. അത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല, അത് വയനാട്ടിലെ മാത്രം ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് അത് പരിഹരിക്കേണ്ടത് എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അത് എങ്ങനെയെന്ന് കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അവരോടൊപ്പം ജനങ്ങൾ ചേർന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയുമല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുക, വാഹനം തകർക്കുക, എന്താണ്, എന്തുകൊണ്ടാണ് അതിന് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും മുതിർന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. വയനാട് MP എവിടെ എന്ന ചോദ്യം ഉയർന്നു വരും. വയനാട് MP എന്ത് ചെയ്തു മണ്ഡലത്തിന് വേണ്ടി എന്ന ചോദ്യം ഉയർന്നു വരും. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ട, കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭ്യമാക്കേണ്ട വയനാട് MP രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം ഉയർന്നു വരും. അത് വരാതിരിക്കാനുള്ള ഈ നാടകമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖുമൊക്കെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടനായി അഭിനയിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും.